ദക്ഷിണ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 11 മരണം, 40-ലേറെ പേർക്ക് പരിക്കേറ്റു. പ്രദേശവാസികളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ലെബനന്റെ സിറിയയുമായുള്ള മസ്ന അതിർത്തി കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഈ അതിർത്തി വഴിയാണ് സിറിയയിലെ IS ഭീകരർ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ലഭ്യമാക്കുന്നത്. വിവരങ്ങളുമായി ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഹിസ്ബുള്ള ഭീകരർക്ക് ആയുധം എത്തിച്ചു നൽകുന്ന ഒരു അതിർത്തി, ആ അതിർത്തിയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആൾക്കാരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി. അതിന് പിന്നാലെ നടത്തിയ ആക്രമണത്തിൽ, ഒരു കനത്ത ആക്രമണത്തിൽ 11 മരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, തീർച്ചയായും ഈ ഇറാൻ്റെ ഒരു പ്രോക്സി എന്ന നിലയിൽ ഹിസ്ബുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആ ആക്രമണങ്ങൾ നടത്തുന്നതിന് കേന്ദ്രീകരിച്ച് IRGC ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് കൃത്യമായും ആക്രമണത്തിനുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്തുണ നൽകിയത് സെൻട്രൽ സിറിയയിലെ അല്ലെങ്കിൽ മധ്യ സിറിയയിലെ ഇപ്പോഴും കുറേയൊക്കെ ശക്തമായി നിലനിൽക്കുന്ന IS ഭീകര സ്വഭാവമുള്ള സംഘടനയാണ്. ആ IS ഭീകരർ നൽകുന്ന ആയുധങ്ങളുമായി ഈ അതിർത്തി വഴി, മസ്ന അതിർത്തി വഴി എത്തുന്ന ആ പ്രധാനപ്പെട്ട ഗ്രാമങ്ങളായ കഫർത്ത, ജോന ഗ്രാമങ്ങളിലാണ് ആക്രമണം നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ 11 പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ 40-ലേറെ പേർക്ക് പരിക്കേറ്റു എന്ന ഔദ്യോഗികമായ കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനേക്കാളേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കുക എന്ന കൃത്യമായ നീക്കം തുടർച്ചയായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഒരൊട്ടൊക്കെ അത് സാധിക്കുകയും ചെയ്തിരുന്നു. പിന്നെയും ഈ ഹിസ്ബുള്ളയെ ശാക്തീകരിക്കുന്ന നീക്കം IRGCയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. തുടർന്നും ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ഉണ്ടാകുമെന്നും കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലെബനനിലെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപേക്ഷകളെല്ലാം നൽകി അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ, പ്രത്യേകിച്ച് മധ്യ സിറിയയിൽ നിന്നുള്ള ഈ ഭീകര സ്വഭാവമുള്ള IS ഭീകര സ്വഭാവമുള്ള സംവിധാനങ്ങളുടെ ആയുധങ്ങൾ ലഭ്യമാവുകയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ IRGC ഉൾപ്പെടെ ശാക്തീകരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ട ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ കടുത്ത നീക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. അമൽ.